മാഷാ അല്ലാ, ആദ്യമായിട്ട് ഇടാൻ നോക്കാണ് കേട്ടോ. അതാ കൊട വേണ്ടേ? ഇന്ന് റിവിഷൻ ആയിരുന്നോ? ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷാനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇന്ന് നല്ല വീഡിയോ എടുത്തത് തുടക്കം മുതൽ നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊന്നും തുടങ്ങാതെയാണ് കേട്ടോ വീഡിയോയിലോട്ട് കടന്നിട്ടുള്ളത്. അപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തെ കഥയാണ്. അപ്പോൾ ഇതിന് മുന്നേ രാവിലെ മുതൽ എടുത്തിട്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിൽ മിന്നൂസിനായിരിക്കും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഇപ്പം ഏകദേശം 6:45 കേട്ടോ. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതുവരെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല. നമ്മൾ അതാ റവ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷാനയ്ക്ക് കൊണ്ടുപോകാൻ പാകത്തിന് രാവിലെ തന്നെ ചോറൊക്കെ കുക്കറിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അത് വറുക്കാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് റിവിഷൻ ആയിരുന്നോ? പോയപ്പോൾ ഫസ്റ്റ് ഉസ്താദ് ലിസാൻ നിൽക്കുന്നത് ലിസാനോ ദിവസം താരീഖല്ലേ. അപ്പൊ അവള് പറയാണ് എന്താണ് എല്ലാ ദിവസവും ഇനി ലിസാൻ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണോന്ന്. അതെ, ഇനി മറക്കണ്ട. അതിന് കുറച്ച് എഴുതാണ്ട് നോക്ക് സാറില്ല. ഓക്കെ, ചവിട്ടയും പോലെ ലൈറ്റ് ഇട്. ആരാ അവിടെ? ഇതാ മിന്നിയ. മിന്നിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏയ് താത്ത, എന്നെ താത്ത രക്ഷിച്ചു എന്നൊക്കെ. മിന്നിയ, ഗുഡ് മോർണിംഗ്. താത്ത ചായ കുടിച്ചോട്ടെ, അല്ലെങ്കിൽ ഇന്നിപ്പോ നേരം വഴുകും. മിന്നിയോ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ബെഡ്ഷീറ്റ് പരിചയപ്പെടുത്തി തരാട്ടോ. അത് നല്ല അടിപൊളി, എന്താ പറയുക, വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കിടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഒരു വീഡിയോയില് ഉൾപ്പെടുത്താം. അപ്പൊ ഇത് നമ്മുടെ കിങ് സൈസ് ആണോ ക്യൂൻ സൈസ് ആണോ എന്നറിയില്ല. എന്റെ കട്ടിലെ ഏത് സൈസ് ആണെന്ന് അറിയില്ല. അപ്പം ഇതിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കൊടുക്കാട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ എങ്ങനെയാണോ ഇതിന്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റ്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ 2 പില്ലോ കവറും വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. യെസ് ബേബി, ബേബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താത്താനെ ഒഴിവാക്ക്. താത്താക്ക് സ്കൂൾ പോവണ്ടേ? മിന്ന, താത്താക്ക് സ്കൂൾ പോവണ്ടേ? ഡാറ്റ് കൊടുത്താ, ഡാറ്റ് കൊടുത്താ. ഒന്ന് പോയിക്ക അവിടെ നിന്ന് അല്ലേ. കാണണേ മിന്ന. ആയ്, കാണല് കണ്ടാൽ അത് ഫുള്ള് കാണുന്ന വിചാരം. പക്ഷെ വെറുതെ നോട്ടിഫിക്കേഷനിലൊക്കെ പോയി കളിക്കാന്നല്ലാതെ. അപ്പൊ ഷാന ഉപ്പുമാവ് വളരെ വേഗത്തിൽ തിന്നുന്നതായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണം. വണ്ടി നേരത്തെ വരും. വണ്ടി നേരത്തെ എന്നല്ല, ഇത് കഴിഞ്ഞ് റെഡി ആവാനുള്ള സമയമൊക്കെ വേണം. വേഗം വേഗം വാരി വിഴുങ്ങി വിടുന്നുണ്ട്. മിന്നിന്റെ മുടി നോക്ക്, ഫ്രീ കത്തിയ അല്ലേ മിന്നൂസേ? മിന്ന എവിടെ ഫ്രീ കത്തി? എവിടെ ഫ്രീ കത്തി? ഒരു മൈൻഡും ഇല്ല. ഞാൻ സ്കൂൾക്കുള്ള ഡ്രസ്സൊക്കെ ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ എടുത്തു വെക്കും കേട്ടോ. അപ്പൊ ഇത് മദ്രസയിൽ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഇവിടെ റെഡിയാക്കി വെക്കും. കാരണം അത്ര പെട്ടെന്ന് റെഡിയാകും. പിന്നെതാ നമ്മുടെ മുല്ലയിന്ന് വിരിഞ്ഞ 2 മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഡെയിലി ഇങ്ങനെ 2-3 എണ്ണം കിട്ടും. പക്ഷെ ഈ ഒരു മുല്ലയില്ലേ, നമ്മുടെ ഒരു എന്താ പറയാ, ചക്കമുല്ല എന്നൊക്കെ പറയില്ല, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാതെ ഇത്തിരി കൂടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ മുല്ലയാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പൊ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മണമാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും അതിന്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല മണം. അപ്പൊ ഇത് ഞാൻ ചെടിയുമെന്ന് അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ മഴ കൊണ്ട് താഴെ വീഴും. അപ്പൊ അതൊക്കെയാണ്. ഇനിയിപ്പം ഷാന വേഗം കഴിച്ചിട്ട് മാറ്റി. ബെഡ്ഷീറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ബെഡ്ഷീറ്റ് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ എന്താ പറയാ, ഒരു വീക്കിലേക്ക് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് വരെ നല്ല നീറ്റായിട്ട് തന്നെ ചുളിയാതൊക്കെ കിടക്കും കേട്ടോ. അതാണ് പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത്തിരി നോർമൽ ബെഡ്ഷീറ്റിനെക്കാട്ടും ഇത്തിരി റേറ്റും കാര്യങ്ങളും ഡിഫറെന്റ് വരും കേട്ടോ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റിന്. അപ്പൊ അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ അത് ഇലാസ്റ്റിക് ടൈപ്പ് വരുന്ന ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ആ ഒരു പ്രിന്റില് ഞാൻ നോർമൽ ബെഡ്ഷീറ്റ് കണ്ടിട്ടില്ല. അപ്പൊ നല്ല അടിപൊളി പ്രിന്റും മെറ്റീരിയലും ഒക്കെയാണ്. ഈ ഒരു വർഷം കൂടെ ഉള്ളൂ എന്ത് 2 പുറം കെട്ടിപ്പോക്ക്. അടുത്ത പ്രാവശ്യം 5ാം ക്ലാസ്സൊക്കെ അല്ലേ. അപ്പൊ ചുരിദാറായതുകൊണ്ട് വലിയൊരു സുഖം ഉണ്ടാവില്ല അല്ലെ 2 സൈഡ് കെട്ടിയ. അപ്പൊ അതാ കൊറേ ബേബി ഹെയർ ഒക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ, ഫുള്ള് ചട കെട്ടിക്കഴിഞ്ഞാൽ വലിച്ച് വാരി ഇങ്ങോട്ട് മുടിയൊക്കെ ഇങ്ങോട്ട് ആകെ നാശാക്കും അല്ലേ. അപ്പൊ ഇതാ 2 പുറക്കെ കെട്ടി ആളെ പേടിപ്പിക്കാനായിട്ട് മിന്നൂസ് ഇവിടെ ചെറിയൊരു ഇതിലെന്റെ കാലമർന്നതാണ് കേട്ടോ. എന്താ മിന്നോ, ആളെ പേടിപ്പിക്കോ? സത്യം പറഞ്ഞാ ബാക്കിൽ പെട്ടെന്ന് വന്ന് ചവിട്ടിയപ്പോ പേടിച്ചുട്ടോ. മിന്നോ, നീ എന്നെ പേടിപ്പിക്കണ്ടോ? ഹെയർ ഓയിൽ തുറന്നോ? ഇതൊക്കെയാണ് ഇവളുടെ കളി. ക്രീം, ഹെയർ ഓയില്. ഇപ്പൊ എത്രയായി സമയം? 9:10 അതിലോ? ഓക്കെ, എന്നാലും കുഴപ്പമില്ല. വണ്ടി ഇപ്പൊ വരും അല്ലേ. ഇതാ എന്താ അവിടെ ട്രൈപോഡൊക്കെ എടുത്തിട്ടാണ് മിന്നൂസിന്റെ കളി. ഇത് മാത്രം ഫാഷൻ നോക്കട്ടെ. ഭംഗിയുണ്ട്. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഇന്ന് കുട കൊണ്ടുപോണ്ടോ? വേണോ? എവിടെ മഴ? എവിടെ മഴ ചതിക്കും. ഷാനാന്റെ വണ്ടി വന്നു. അതാ കൊട വേണ്ടേ? പിന്നെയോ കൊട കൊടുക്ക് പിന്നോ. അതാ മിന്നൊരു ദേഷ്യം വന്ന് ഓടിക്കോ. ഓക്കെ ടാറ്റ. ഇതാ മിന്നൂസ് കഴിക്കുകയാണ് കേട്ടോ. മിന്നോ, എന്തിനാണ് ഈ ഭാരിച്ച ജോലിയൊക്കെ ചെയ്യുന്നത്? എൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിന്റെ സൈസിലുള്ള സാധനമായിട്ട് കളിച്ചാ പോരെ? മിന്നോ ഫുള്ള് ഇതിന്റെ മേലെ കയറി നിന്നിട്ട് ഉരുട്ടി വിട്. മിന്നു സ്കൂളിലേക്ക് കഴിഞ്ഞിട്ട് ഇതാ അവിടെ TV കണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലേ മിന്നൂസിന് ഞാൻ പെരുകത്തില് അഡ്വാൻസ്ഡ് ആയിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. കാരണം അവള് 2 തിരുമ്മലിന് പൗഡറിന്റെ വഴിക്കും പോവും, പിന്നെ കൺമശി പരയ്ക്കും. അല്ലേ മിന്നോ? ഓടണ്ട. ഞാൻ TV മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്. എന്തൊക്കെയോ ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. എന്താ അവിടെ? ഇനിയിപ്പൊ ഇതിന്റെ മേലെ വലിഞ്ഞു കേറി നിന്ന് ഇതൊക്കെയാണ് മിന്നൂസിന്റെ പരിപാടി അല്ലേ. മിന്നു അങ്ങോട്ടൊക്കെ അതാ ആർക്കവിടെ TV വെച്ചേക്കണത്? ഇനി എന്തെങ്കിലും മേലെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വലിച്ചു വാരി ഇടണം അല്ലേ മിന്നു? ഇപ്പൊ കിട്ടിയത് തന്നെ. എന്താപ്പന്റെ അവിടുത്തെ ഇറങ്ങിക്ക വീഴും. അത് വലിയ കനമുള്ളതുകൊണ്ട് പിന്നെ പിന്നിക്ക് പോവില്ല. അടി വേണോ? ഇതാ കണ്ണിന്നൊക്കെ വെള്ളം വരും. നോക്കട്ടെ, ഇവിടെ നോക്ക്. ഇനിയിപ്പോ ആ മരുന്നിന്റെ ഡപ്പടിക്കാനുള്ള കോലാഹലാണ്. എന്താ അവിടെ? ഇന്നിപ്പോ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി വെയിലാണ്.
നിങ്ങൾക്ക് ആ മെറ്റില് നോക്കിയാൽ അറിയാം. കണ്ടോ, പകുതി ഭാഗം ഉണങ്ങി പകുതി ഭാഗം നനവായിട്ട് കിടക്കണം. ഇപ്പൊ ഇന്ന് മഴ ഇതുവരെ ഇല്ല കേട്ടോ. രാവിലെ ഒന്ന് പെയ്തു പോയി. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ചുരുണ്ടിട്ടുള്ള ഒരു ലീഫ് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ റെഡ് റോസ് ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു യെല്ലോ റോസ് ഇങ്ങനെ മൊട്ടിട്ടിട്ടിരിക്കും. ചിരിയും വരുന്നുണ്ട്. അവിടുന്ന് 2 ചെരുപ്പ് ഹാളിന്ന് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പൊ അതിലിതാ ഒരു ചെരുപ്പ് ഇട്ടിട്ട് നടക്കുന്നത്. ഇതെങ്ങനെ ഇട്ട് നീയ്? 2 അഴിച്ചിട്ടതായിരുന്നു കേട്ടോ. അപ്പൊ അതെങ്ങനെയൊക്കെയോ ഒരെണ്ണം ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതാ ചെരുപ്പിട്ടോ മിന്നു? ന്യൂസ് മിയാവ് പൂച്ച വരുന്നു. അത് കഴിച്ചോ? അത് അഴിക്കാനുള്ള തന്ത്രപ്പാടപ്പം. വളരെ കാര്യം. ഇവിടെ നോക്ക്. ഏയ് പവിടത്തിരി കൂടി പോയില്ലേ. നോക്കട്ടെ. അതാ അതാ ഊരിയോ? കിട്ടി. ചെരുപ്പ് ഇടുവോ നോക്കട്ടെ. ഇട്. മാഷാ അല്ലാ, ആദ്യമായിട്ട് ഇടാൻ നോക്കാണ് കേട്ടോ. ഇട് വേട്. ഞാൻ അടുത്ത ഇട്. കളിക്കണം അവള് കേട്ടോ. ഇനിയോ അല്ല, വെറുതെ കറി വെക്കാൻ ഒന്നുമല്ല കേട്ടോ, വെറുതെ പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കും ഷാനയ്ക്കും. പിന്നെ മിന്നൂസിനും കൊടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല വലിയ ബലമില്ലാത്തതല്ലേ. അപ്പൊ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കിനും നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കിനും കട്ടൻ്റെ കൂടെ ഈ ഒരു കടലയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഷാനയ്ക്കും കുറേ ആയിട്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചിട്ട്. അപ്പോൾ എൻ്റെ നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയി വാങ്ങിയതാ. കാരണം ഇപ്പോഴും വിചാരിക്കും പിന്നെ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മറക്കുക ചെയ്യാം. അപ്പം അങ്ങനെ വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങി കഴിക്കും. അപ്പം ഇതാ മിന്നൂസിന് ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇനിയിപ്പോൾ എന്തായാലും മിന്നൂസിനെ ഉറക്കിയിട്ടാണ് എൻ്റെ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ അല്ലേ. ഈ പെണ്ണിനെ കൂടുതലായിട്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ മിന്നൂസ് തന്നെ ആയിരിക്കും കേട്ടോ താരം. അവളുടെ കളികളും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് ഇതാ ഏകദേശം സമയം 11:15 കേട്ടോ അല്ലേ. അപ്പം ഇനി വേഗം കൊണ്ട് ഉറക്കട്ടെ. ചിരിയും നോക്കണ്ട. ആളിങ്ങനെ ഉറക്കുമ്പോൾ പിന്നെ ഇങ്ങനെ അവിടെ സെറ്റിയിലിരുന്നിട്ട് ഇങ്ങനെ ടി വി കാണുമായിരുന്നു കേട്ടോ. നീ ഉറങ്ങാ? ആഹാ നല്ല രസമുണ്ടല്ലേ. പൂളിൻ്റെ പുറത്ത് വേറൊരു പൂള് കാണിച്ചു തരാട്ടോ. മഴ ഇത്തിരി ഇങ്ങനെ തുള്ളിയിട്ടിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല കൊണ്ട് പച്ചപ്പായൽ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ നടക്കാനൊക്കെ പേടിയാട്ടോ. അത്യാവശ്യം എന്താ പറയുക, ഈ പായൽ വന്നിട്ടേ നല്ല വഴുക്കുന്നുണ്ട്. ഇടയിലൊക്കെ ഒന്ന് കയറി നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കട്ടോ. കാരണം ഈ പായൽ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞിട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാർപ്പിന് കേടാണ് കേട്ടോ. കണ്ടില്ല, ഇപ്പം നല്ല വെള്ളം പോയി ചാടുന്നുണ്ട്. അവിടെയൊക്കെ
അടഞ്ഞു കിടക്കണം. ഈ മഴക്കാലൊന്നും ആയിക്കഴിഞ്ഞാൽ മുകളിൽ തീരെ കയറി നോക്കാത്ത ആളുകളുണ്ടാവും. അത് കണ്ടോ, ഇതുപോലെയൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അടിയിക്ക് നമ്മുടെ ആ ഒരു കിനിവിറങ്ങും. വേറെ കച്ചറയൊന്നും ഇല്ല കേട്ടോ. ഈ പായലിങ്ങനെ ഉണങ്ങിയിട്ട് അത് നനഞ്ഞിട്ട് അതിൽ പോയിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം ഇപ്പൊക്കെ പോയിട്ടോ. ഇനിയിപ്പോ എന്തായാലും ഈ ഒരു പരിപാടി കഴിയണം പറഞ്ഞ് കയറിയതാണ്. ഇനി പോയിട്ട് അന്ന് ചിക്കൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്, അതൊക്കെ വേഗം കറി വെക്കണം. മിന്നൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോഴേക്കും ഇനി വേഗം പരിപാടികൾ നോക്കട്ടെ. ഒരു ഐറ്റം എന്താ പറയുക, ഇത് ഞാൻ മീഷോന്നോ ഏതിനൊന്നും ഓർമ്മല്ല. എന്തായാലും ഇത് ഒരു അടിപൊളി സാധനമാണ്. പറയാൻ വന്നത് അതല്ല കേട്ടോ. ഇത് വന്നപ്പോൾ നമുക്ക് ഇത്തിരി ഡാമേജ് ആയിരുന്നു. കണ്ടില്ല, ഇവിടെ ഇങ്ങനൊരു സൈഡിലൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അതിപ്പം റിട്ടേൺ അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വേറെ സെയിം സാധനം എക്സ്ചേഞ്ചാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടേൺ അടിക്കാം, റീഫണ്ട് അടിക്കാം, എന്തും ചെയ്യാം. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് ആ ഒരു പ്ലഗിൽ കുത്തിയിട്ട് നമുക്ക് ഒരേ സമയം 4 പ്ലഗ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓണും സ്വിച്ചും ഇത് വേണമെങ്കിൽ ഓരോ പ്ലഗിലോട്ട് ഓണാക്കി ഓഫാക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും മസ്റ്റായിരിക്കും. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു ഒറ്റ പ്ലഗേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ യൂസ് അല്ലേ. കാരണം ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് എടുത്തിട്ട് പോവാം. ഒറ്റ പ്ലഗിൽ അത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഇതുപോലെ 4 പ്ലഗ് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് മാറിയിട്ട് സാധനം കൊണ്ടുവരും. ഇവിടെ മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ മേല് കയറിയിരിക്കുന്നുണ്ട്. മിന്നു, ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. 1:45 സമയം. ഇനിയിപ്പോൾ ആള് ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഫ്രൈ ചെയ്തിട്ട് മിന്നൂസിന് എന്തായാലും ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അങ്ങനെ മിന്നൂസിന് ഫുഡൊക്കെ കൊടുത്തു, ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മിന്നൂസിൻ്റെതും ഞങ്ങളുടെതൊക്കെ. മിന്നൂസിന് മാത്രം സെപ്പറേറ്റ് അലക്കി, അതേപോലെ നമ്മളതും മെഷീനിലൊക്കെ അലക്കി കഴിഞ്ഞു. ഇപ്പൊ രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഇടയിലിടയിൽ നിന്നുകൊണ്ടുള്ള മഴയാണ് കേട്ടോ. രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. പാവം കുട്ടിയാണല്ലേ ഇത്. ഇത് പാവ ബേബിയല്ലേ അല്ലേ? അതാ കസാന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കാലിട്ടിരിക്കണേ. എങ്ങനെ എഴുന്നേക്കുക? മിന്നൂസിനെ അറിയാ അല്ലേ? മിന്നൂസി TV നോക്കിയിരിക്കുകയാണ്. ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ്. എന്ത് നോക്കിയിരിക്കണേ? അതാ 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 ഷാനതാ സ്കൂൾ വിട്ട് വന്നിട്ട് മുടിയൊക്കെ കച്ചറ വിച്ചറാക്കിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ കുളിച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാം. ചായക്ക് എന്താ സ്പെഷ്യൽ എന്നറിയോ? നോക്കൂ, നിങ്ങൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെതാ കടല പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതും എന്ത് കൂട്ടി കുടിക്കും? എന്ത് ചായ? യെസ്. എന്നാ കുളിച്ചു വരൂ. എവിടെ മിന്നൂസ് വരുന്നുണ്ട്. രാവിലെ കുളി കഴിഞ്ഞിക്കണേ. ഓക്കെ, അതാ വീണോ അവൾക്ക്? പോയിട്ടില്ലേ? അപ്പൊ ഓക്കെ, അവൾക്ക് ഇനി TV വെച്ച് കൊടുത്തിട്ട് നീ പോയി കുളിച്ചോളൂ. കടല കട്ടൻ ചായ. ഇതെന്തായിരിക്കണത് ടേബിളില്? ഇന്നലെ ചെയ്ത വർക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അതിനി ആരെടുത്ത് വെക്കും? മാളയും മാലയൊക്കെ എന്തേ? മോഡലാ? ഇന്ന് ഹോംവർക്കൊക്കെ ഉണ്ടോ? ഓക്കെ, എന്നാ കുടിച്ചോളൂ. തീറ്റയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഷാനദാ അവിടെ എഴുതാനൊക്കെ ഇരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മള്
സ്കൂൾ വിട്ട് വന്നപ്പോ കടല വന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ. ഡയറിയിൽ എഴുതിയാണ് വൈകുന്നേരം ചായക്ക് കടലയായിരുന്നു അല്ലേ. അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് വ്ലോഗ് എടുക്കുന്നില്ല. ഒരു ദിവസം ഇൻഷാല്ല നമ്മുടെ വൈകുന്നേരം നൈറ്റ് ഫുൾ ആയിട്ടൊരു വ്ലോഗ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ചിലപ്പോ നാളെ അല്ലെങ്കിൽ മേബി മറ്റന്നാള്. ഓക്കെ, ഒരു നൈറ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഈവനിങ് വ്ലോഗ്. മറ്റന്നാ നാളെ പറയണത്, മറ്റന്നാണെങ്കില് ശനിയാഴ്ച അല്ലേ, അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പം എന്താണ്, നമ്മളൊരു ദിവസം ഒരു ഈവനിങ് വ്ലോഗ് എടുക്കുന്നതായിരിക്കും ഇൻഷാല്ല. ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ, നൈറ്റ് കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ നമുക്കൊരു ദിവസം പറയൂ, ഈവനിങ് വ്ലോഗ് എടുക്കാം. എന്താണ് ഈവനിങ് വ്ലോഗ്? ഈവനിങ് വ്ലോഗ്, അതെ ഇൻഷാല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം മിന്നൂസ് ഇപ്പം ഏകദേശം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് നൈറ്റ് ഞങ്ങൾക്ക് നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.